ഫ്രണ്ട്സ്, ലീനു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ മദ്രസ പരീക്ഷ അതൊക്കെ കൊണ്ട് പാദവാർഷിക പരീക്ഷ ആയതുകൊണ്ട് എന്താ പറയുക, അവിടെ റൂം ഒന്ന് ബുക്കുകളൊക്കെ എടുക്കുക പഠിക്കുക അങ്ങനെ കേട്ടോ. എൻ്റെ റൂമിൻ്റെ കോല ഞങ്ങൾ കാണിച്ചു തരാം. ആ കലങ്കോലായിട്ട് കിടക്കുകയാണ്. എല്ലാ സെക്കൻഡ്സിലാണ് കണ്ടില്ലേ, ആ കലങ്കോലായിട്ടുള്ള ബുക്കുകളൊക്കെ വിതറി കിടക്കുകയാണ് ഗായ്സ്. ഇപ്പം നമുക്ക് നോക്കണം. ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പം ഗൈസ് നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ മദ്രസ പുസ്തകങ്ങൾ വേറെ, സ്കൂളിലത്തെ ബുക്കുകൾ വേറെ മാറ്റി വയ്ക്കലാണ് ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് ഗൈസ്. ലാസ്റ്റ് കാണിച്ചിരുന്നതാണ് കേട്ടോ. അത് ഇതാ പക്കിയാണ്, അത് വേണ്ട. ഈ സാധനം ചൂടിയായിട്ടുണ്ട്. അതുപോലെ ഫിക്കർ, അതുപോലെ തന്നെ തജ്വീദ്, അങ്ങനെ കുറേ ബുക്സ് എനിക്ക് എടുത്ത് വെക്കാണ്ട്. പിന്നെ നമുക്ക് ബുക്സൊക്കെ എടുത്ത് വെച്ചിട്ട് എൻ്റെ അടുത്ത് ചെറിയ ഷോകളൊക്കെ അങ്ങനെ മദ്രസത്തെ പുസ്തകങ്ങളൊക്കെ സെറ്റാക്കി ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ ഫയൽ എന്തൊക്കെയുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ. ഇതങ്ങനെ ഞാൻ പറയുന്നത് കേട്ടോ ഗൈസ്. പിന്നെ കുറച്ച് ഷീറ്റ്സ് കേട്ടോ. ഇങ്ങനെ ഇമ്പോർട്ടൻസ് ഒക്കെ ഇടാനുണ്ടെങ്കിൽ ഷീറ്റ്സ് നമുക്കതിലും അറിയാത്ത ഇതൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ മേടിച്ച് നമുക്ക് ഒട്ടിക്കണതുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനത്തെ ആണെങ്കിലും ഇത് അനിയൻ്റെ സാറ് ഗിഫ്റ്റായിട്ട് കൊടുത്തതാട്ടോ. അങ്ങനെ ഞാനത് മോഷ്ടിച്ചത് ഇങ്ങനെയല്ല കേട്ടോ. കാണിച്ചു തരാൻ വേണ്ടി പെട്ടി നിറച്ചുണ്ടാവും കേട്ടോ. കുറച്ച് പേപ്പേഴ്സ് ഞാനെടുത്ത് പൊതു വെച്ചിട്ടുണ്ട്. അവനതൊന്നും അറിയില്ല ഗൈസ്. ഞാൻ അങ്ങനെ ഫയൽ സെറ്റിലായി. ഇങ്ങനെ മറ്റേ പെട്ടി കാണിച്ചു തരാം. ഇങ്ങനെ ഇവിടെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ്. ഇതാണ് കുറച്ച് ഓരോരോ ബുക്കിലും ഗീസുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ ബുക്സൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സ്കൂളിലത്തെ ബുക്ക് സെറ്റിലാക്കിയിട്ട് കാണാം. ഇതാണ് എൻ്റെ ബോക്സ്. മറ്റേ ജോമെട്രിക്കൽ ബോക്സ് അല്ല, ഇത് മനസ്സിലാക്കാം. ജോമെട്രിക്കൽ ബോക്സ് വേറെതാണ്. ഇത് പിന്നെ ചോക്കാണ്. എന്തിനാണല്ലേ ഞാൻ കാണിച്ചു തരാം. ഒരു ബുക്കിലുണ്ട്. അങ്ങനെ ഇതെല്ലാം തെറ്റി ടീച്ചേഴ്സ് അറിയാതെ പോകുമ്പോൾ ഗീസ് അപ്പം നമുക്ക് അത് വളരെ ഉപകാരമാണ്. അപ്പോൾ ഞാനങ്ങനെ ഒരു ചോക്ക സ്കൂളിൽ നിന്ന് തന്നെ എടുക്കും കേട്ടോ. അതായത് ഒരു പൊട്ട് ടീച്ചേഴ്സ് എലിൻ്റെ ബാക്കി ഉണ്ടാവില്ലേ, അത് മതി. ഞാൻ കാണിച്ചു തരാം. 1 മിനിറ്റ് ഗീസ്. ഇത് കണ്ടില്ലേ, ഇവിടേക്കാണ് അങ്ങനെ കാട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നും ഇവിടേക്ക് കാട്ടിയിട്ടുണ്ട്. ചെറിയൊരു തെളിവ്, എന്നാലും ടീച്ചേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാക്കിയാൽ മതി. കുത്തി വരഞ്ഞിട്ട് മതി. നമ്മൾ കുത്തി വരഞ്ഞും കാട്ടി നല്ലതാണ്. അത്രയും സ്പേസ് പോകണേനും കാട്ടി അതിൻ്റെ മുകളിൽ എഴുതാൻ പറ്റും കേട്ടോ നമുക്ക്. അങ്ങനെ വളരെ ഉപകാരമുണ്ട് ചോക്ക് കൊണ്ട് കേസ്. അപ്പം ഞാൻ ചോക്കുകളൊക്കെ അങ്ങനെ അടക്കി വെക്കുക കേട്ടോ, ചോക്കുകളിൽ. പിന്നെ ഇത് ഞാൻ അടലം പടലമാക്കിയ എൻ്റെ റൈസോ കട്ടർ, പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ചോക്ക്, പെൻസിൽ, പെൻ, സ്കെയില്. ഹണിയുടെ അടുത്ത് ഫുള്ള് സ്റ്റോക്കി കരയിലൊന്നും മോഷ്ടിക്കുന്ന പരിപാടിയാണ്. അതുപോലെ ഓന് സ്കൂളിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തതാട്ടോ, ഒരു സ്കെയിൽ. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കാറ് കൊടുക്കും. എൻ്റെ ക്ലാസ്സിലായാൽ മതിയായിരുന്നു. 5ാം ക്ലാസ് സമ്മാനം കൊണ്ട് എൻ്റെ ഫീഡ് എന്നാലും കിട്ടൂല ഗായ്സ്. കിട്ടും, പഠിച്ച് നല്ലോണം കിട്ടും ഗായ്സ്. ഇതാണ് നമ്മുടെ ഒരു കഴിവ് ഗായ്സ്. ഇനി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, 8, 9 ജയിച്ചാലേ കിട്ടുള്ളൂ. പഠിച്ചോണേ കാത്തോണേ എന്ന് പറയേണ്ടി വരും നമ്മളൊക്കെ. കേസ് ഞാൻ എന്തൊക്കെയാണ് പറയുന്നുണ്ട് മനസ്സിലാക്കില്ലേ, ക്ഷമിക്കണം. എൻ്റെ ബുക്കുകളെല്ലാം ഞാൻ അടക്കി വെച്ചിരിക്കുന്നു ഗായ്സ്. ഞാൻ കാണിച്ചു തരാം. നേരെ കൊത്തമ്പിന
ഇങ്ങോട്ട് കയറ്റിക്കണം. ആദ്യം തന്നെ നമുക്ക് എന്താ പറയുക വിഷയം സ്കൂളിൽ കൊണ്ടുപോവേ. അപ്പോൾ കേസ് ഞാനതൊക്കെ സെറ്റിലാക്കി. അപ്പം ഇനി നമുക്കത് കാണാം. പിന്നെ സെറ്റിലാക്കിയത് കാണിച്ച് തരട്ടെ കേസ്. കുറച്ച് ഫിൽറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ ഞാൻ ഇപ്പോൾ കാണിച്ച് തരാട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇത് കോളിംഗ് ബുക്കാട്ടോ. ഇത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് കളർ ബുക്ക്. ഇവിടെ ഫയൽ ഞാൻ കാണിച്ചത്. ഇവിടെ കത്തി കേട്ടോ, ഇത് മെഷീൻ കത്രീന്. ഇനി ഇതിൻ്റെ കളർ മിക്സ്, അതായത് പിന്നെ ഇത് നമ്മുടെ സാധാ പോലത്തെ മേക്ക് കളറ്. അതുപോലെ ഞാൻ നേരത്തെ കാണിച്ചത് അതുപോലെ തന്നെ ഇതിങ്ങനെ പെട്ടിയിലാണ് കുറേ ഞാൻ എടുത്ത് കഴിഞ്ഞു ഗേസ്. ഇതൊക്കെ എന്തിനും എൻ്റെ ഡ്രമ്മിലെ തട്ടിക്കേട്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ കോലം നിങ്ങൾ കാണേണ്ട ഗേസ്, കാണാതിരിക്കണമെന്നില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുക ബ്രഷിന് വിശ്രമിക്കാൻ കൊടുത്ത് രസമല്ല കേട്ടോ. ഞങ്ങൾ അപ്പം അങ്ങനെ കൊടുക്കുക. അപ്പം ഗീസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോക്ക് എന്താ പേരിടുക എനിക്ക് അറിയില്ല. അപ്പം ഗീസ്, ഇപ്പം ഇന്നത്തെ വ്ളോഗ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ.